വാങ്ങിച്ചോളാ. മോളെ 6 ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മോക്ക് 5 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. ഒരു ബുക്ക് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, ഒരു ബുക്ക് എക്സ്ട്രാ പോരാ, 5 ബുക്ക് എക്സ്ട്രാ വേണം. ഓരോ ബുക്ക് തീരുമ്പോഴും അടുത്തത് എടുക്കണ്ടേ? മോളെ ഒരു ബുക്ക് എക്സ്ട്രാ വാങ്ങിച്ച് തന്നില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് തീരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം എടുക്കാനുള്ളതുണ്ടല്ലോ. ഇതുപോലും ഇല്ലാത്ത കുട്ടികളുണ്ട് മക്കളെ, അത് മോള് മനസ്സിലാക്കണം. ഇപ്പൊ തൽക്കാലം അത് മതി. ഇവരെ കുറ്റം പറഞ്ഞിട്ടായില്ല. ഇയാള് പറയുന്നതൊന്നും ഇവർക്കിപ്പോ മനസ്സിലാവത്തില്ല. ഞാൻ എന്റെ ഈ സമയത്തുണ്ടല്ലോ, ഒരു ബുക്ക്, ഒരു സബ്ജക്ട് ഒരു ബുക്കിന്റെ ഫ്രണ്ട് എഴുതും, വേറൊരു സബ്ജക്ട് ഒരു ബുക്കിന്റെ ബാക്കി എഴുതും. ചില സമയങ്ങളിൽ ഒരു ബുക്കിന്റെ നടുക്ക് വേറെ സബ്ജക്ട് എഴുതിയിട്ടുണ്ട്. ഇനി ആ ബുക്ക് തീർന്നു പോയാലോ? ഇതുപോലെ ഇവളാണെങ്കിൽ ഒരു ബുക്ക് തീരാനാവുന്നതിന് 4 ദിവസം മുമ്പേ എന്നോട് വന്ന് പറയും, അമ്മയെ 2 ദിവസത്തേക്ക് എഴുതാനുള്ള ബുക്ക് വാങ്ങിക്കണേന്ന്. ഞാനാണെങ്കിൽ ആ ബുക്കും തീർന്നിട്ട് അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരിയുടെ ബുക്കിൽ നിന്ന് പേപ്പർ വലിച്ചു കീറി അതീ നോട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതുമല്ലോ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമായോ? ആ, നിനക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നടക്കുന്നു എഴുതാൻ ബുക്കെങ്കിലും ഉണ്ടായിരുന്നല്ലേ? എനിക്ക് അതും ഇല്ലായിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് 5 ബുക്സ് തന്നെ എക്സ്ട്രാ വേണം.